ദുഃഖറാന, ഓർമ്മിക്കലിൻ്റെയും ഓർമ്മപ്പെടുത്തലിൻ്റെയും തിരുനാൾ. ജൂലൈ 3 ദുഃഖറാന തിരുനാൾ. ഓർമ്മകളെ ഉണർത്തുന്ന തിരുനാളാണ് ദുഃഖറാന. ഓർമ്മകളെന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഓർമ്മയുടെ പരമ്പരയാണ്. പാരമ്പര്യമായിട്ടാണ് നമുക്കത് ലഭിച്ചിട്ടുള്ളത്. അത് ചെന്ന് നിൽക്കുന്നത് കർത്താവീശോയുടെ മുമ്പിൽ അത്ഭുതസ്തബ്ധനായി നിന്ന് അങ്ങനെയുള്ള ഹൃദയസ്പർശിയായ വിശ്വാസം ഒരു ആത്മകഥമായി ഏറ്റുപറയുന്ന തോമസിൻ്റെ പക്കലാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഈ ആത്മകഥത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ അദ്ദേഹം കണ്ട ദർശനാനുഭവത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു. സുദീർഘമായ അന്വേഷണത്തിൻ്റെ അവ്യക്തമായ വഴിയിലൂടെ സഞ്ചരിക്കാതെ ഹൃദയത്തിൻ്റെ കുറുക്കുവഴിയിലൂടെ എത്തിച്ചേർന്ന ഹൃദയസ്പർശിയായ സ്പർശനാനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിലുണ്ടായിരുന്നത്. ഓർമ്മകളും അവയ്ക്ക് ആധാരമായ പാരമ്പര്യവും നമ്മെ കൊണ്ടെത്തിക്കുന്ന ചരിത്രാതീതമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ഓർമ്മകൾ പ്രതിധ്വനി പോലെ കാതുകളിൽ നിന്നും കാതുകളിലേക്ക് പകർന്നുപോയത്. ആവർത്തിച്ചുള്ള പങ്കുവയ്ക്കലിലൂടെ അർത്ഥം ചോർന്നു പോയിട്ടില്ല. അതിനാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാശ്ലീഹായെയും അദ്ദേഹം പങ്കുവച്ച കർത്താവീശോയിലുള്ള വിശ്വാസത്തെയും ഏറ്റുപറയുന്നു. ഓർമ്മകൾ ഭൂതകാലത്തിൻ്റെ അനുസ്മരണം മാത്രമല്ല, അവ നിരന്തരം ഉണർത്തുന്ന ഹൃദയാനുഭവത്തിൻ്റെ അവബോധം കൂടിയാണ്. അതിനാൽ തോമാശ്ലീഹായും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ കർത്താവീശോയും ഇന്ന് നമ്മിലും നമ്മുടെ ഇടയിലും ജീവിക്കുന്ന അനുഭവത്തിലാണ് നമ്മുടെ സഭ അന്നത്തേതിൻ്റെ തുടർച്ചയായി ഇന്നും നമുക്ക് സാന്നിധ്യമാകുന്നത്. സന്നിഹിതമായിരിക്കുന്നതാണ് ദാറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ്, ദൈവികതയുടെ ആവിഷ്കാരം. ഈ ചിന്തയിൽ ഉറപ്പിച്ചാണ് ഈ തിരുനാളിന് ഞാൻ ഓർമ്മിപ്പിക്കലിൻ്റെയും തിരുനാൾ എന്ന സംജ്ഞ നൽകിയത്. ദുഃഖറാനയിലൂടെ നമ്മൾ അനുസ്മരിക്കുന്ന അവിസ്മരണീയമായ വ്യക്തിത്വത്തിൻ്റെ പേര് അതിൽ തന്നെ ഒരു പേരല്ല എന്നാണ് എന്നിൽ ആശ്ചര്യം ഉളവാക്കുന്നത്. അരമായ ഭാഷയിലുള്ള താമായും ഗ്രീക്ക് ഭാഷയിലുള്ള ദീദിമോസും പേര് പറയപ്പെടാത്ത ഒരാളുടെ ഇരട്ട പേരാണ്. രണ്ട് ഭാഷകളിലും അത് ഒന്ന് തന്നെ. ഇരട്ട സഹോദരൻ. യോഹന്നാൻ 11, 16, 20, 24, 21, 2. ഇവിടെയെല്ലാം യോഹന്നാൻ ക്രിസ്തുശിഷ്യനെ പരിചയപ്പെടുത്തുന്നത് ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്നാണ്. മറ്റ് 3 സുവിശേഷകന്മാരും തോമസ് എന്ന പേര് മാത്രമാണ് ക്രിസ്തുശിഷ്യന്മാരുടെ ഇടയിൽ മറ്റ് വിശദീകരണങ്ങളില്ലാതെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മത്തായി 10:3, മർക്കോസ് 3:18, ലൂക്കോസ് 6:15. അതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:13. ഇവരിൽ യോഹന്നാൻ മാത്രമാണ് ഇരട്ട സഹോദരൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം വീശുന്ന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആരാണ് ഈ തോമസ് എന്നും ദീദിമോസ് എന്നും അറിയപ്പെട്ടിരുന്ന ഇരട്ട സഹോദരൻ്റെ മറ്റേ സഹോദരൻ അല്ലെങ്കിൽ മറ്റേ സഹോദരി? അത് അന്വേഷിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ പതിഞ്ഞിട്ടുള്ള ചില അടയാളങ്ങളോ വ്യക്തിമുദ്രകളോ കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളിലേക്ക് നമ്മെ നയിക്കും. ഒന്നാമതായി, മരിച്ചുപോയ കൂട്ടുകാരൻ ലാസറിൻ്റെ അടുത്തേക്കും നമുക്ക് പോകാമെന്ന് കർത്താവീശോ പറയുമ്പോൾ തോമസ് പറയുകയാണ്, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന്. അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞ് പോലെ വന്നു നിറയുന്ന മൂകാന്തരീക്ഷത്തിൻ്റെ അനുഭവത്തിൽ മരണത്തിൻ്റെ മണവും ഉണ്ടായിരുന്നു. ലാസറിൻ്റെ മരണം അയാളിൽ ജനിപ്പിച്ചത് കർത്താവിൻ്റേത് തന്നെ മരണത്തിൻ്റെ മുന്നനുഭവമായിരുന്നു. ഹൃദയം പങ്കുവയ്ക്കുന്നവർക്കാണ് ഇത് ആദ്യമേ അനുഭവപ്പെടുന്നത്. അത് ഈശോയോടൊപ്പം മരണത്തിലേക്ക് പോകുവാൻ ദീദിമോസിനെ പ്രേരിപ്പിച്ചു. രണ്ടാമത്തെ ഉൾക്കാഴ്ച. സത്യത്തിലേക്കും അത് നയിക്കുന്ന ലക്ഷ്യത്തിലേക്കുമുള്ള വഴി തേടുന്നവന് ആഴമായ ഉൾക്കാഴ്ച വേണം. പ്രത്യേകിച്ച് വഴി നീളുന്നത് മരണത്തിനും അപ്പുറത്തുള്ള ഒരിടത്തേക്കാകുമ്പോൾ അകന്നുപോകലിൻ്റെയും കടന്നുപോകലിൻ്റെയും ആധി ജനിപ്പിച്ചുകൊണ്ട് കർത്താവീശോ പറഞ്ഞ വാക്കുകളിലും മരണത്തിൻ്റെ മണമുണ്ടായിരുന്നു. ശിഷ്യഗണത്തിൻ്റെ ഹൃദയത്തെ അത് അസ്വസ്ഥമാക്കി. യോഹന്നാൻ 14 പിതാവിൻ്റെ പക്കലേക്കെന്ന് പറഞ്ഞാൽ ആ മടക്കയാത്ര മരണത്തിൻ്റെ കവാടത്തിലൂടെയാണെന്ന് അവരുടെ ഹൃദയം പറഞ്ഞു. അവ്യക്തതയിൽ, വിദൂരതയിൽ മറിഞ്ഞുപോകുന്ന വഴി എവിടെ എത്തിക്കുമെന്നുള്ള ഹൃദയവ്യഥയിൽ തോമസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വലിയൊരു വെളിപാടിലേക്ക് നയിച്ച അവിടുത്തെ പ്രത്യുത്തരം കർത്താവിൻ്റെ അധരങ്ങളിൽ ജനിപ്പിച്ചത് തോമസിൻ്റെ ചോദ്യമാണ്.
വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇവ മൂന്നും അങ്ങിൽ ചുരുക്കി എഴുതപ്പെട്ടിരിക്കുന്നു. ഇവ കണ്ടെത്തുവാൻ അകലെയൊന്നും പോകേണ്ട എന്ന വിവക്ഷ. ഇവിടെ തോമസിൻ്റെ ഹൃദയം കർത്താവിൻ്റെതിനോട് കൂടുതൽ അടുക്കുകയാണ്. അവസാനം അതും സംഭവിച്ചു. അവർക്ക് അചിന്തനീയമായിരുന്ന കർത്താവീശോയുടെ മരണം. വഴിയെന്ന് സ്വയം വിശേഷിച്ചവൻ്റെ വഴി അവിടെ അവസാനിച്ചുവോ? അവസാനിച്ചില്ല എന്ന സൂചന നൽകി വീണ്ടും ഒരു പ്രഭാതം ചുറ്റുപാടും പ്രകാശം വിതറി പൊട്ടിവിടർന്നു. അതിൽ ഉയർപ്പിൻ്റെ സുഗന്ധവും തെളിച്ചവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സഹോദരൻ്റെ വേർപാടിൽ വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ തോമസ് ഏകാന്തത തേടി ഇതര ശിഷ്യന്മാരിൽ നിന്നും അകന്നുപോയി. ആ ദിനം സന്ധ്യയുമായി സന്ധിച്ചപ്പോൾ ഭീതിയിൽ അടച്ചുപൂട്ടപ്പെട്ടിരുന്ന വാതിലിലൂടെ കർത്താവീശോ അവരുടെ മധ്യത്തിലെത്തി അവരുടെ ഹൃദയത്തിന് വ്യക്തിരൂപം കൊണ്ട് പ്രത്യാശ പകരുവാൻ അവർക്ക് ദർശനം നൽകി. സംശയങ്ങൾ ഇനിയും പൂർണ്ണമായി വിട്ടുമാറാതിരുന്ന അവരുടെ ഹൃദയങ്ങൾ ഉയർപ്പിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കുവാൻ ധൈര്യപ്പെട്ടു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ തിരിച്ചെത്തിയ തോമസിനോട് ഈ വാർത്ത അവർ അറിയിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതായി തോന്നിയില്ല. അങ്ങനെയൊരു അറിവല്ല അയാൾ ആഗ്രഹിച്ചത്. രണ്ടായി വിഭജിക്കപ്പെട്ട ഹൃദയത്തെ ഒന്നിപ്പിക്കുന്ന സ്പർശന സാന്നിധ്യമായിരുന്നു അയാൾ നിർബന്ധ ബുദ്ധിയോടെ ആവശ്യപ്പെട്ടത്. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ വയ്ക്കുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. വിശ്വാസം ഇവിടെ നിർവചനാതീതമാകുന്നു. അതിൻ്റെ നിരാസമായ ഡിനയൽ, അവിശ്വാസവും അങ്ങനെ തന്നെ. രണ്ടും ഹൃദയത്തിൻ്റെ ഭാവങ്ങളാണ്. പകലും രാത്രിയും പോലെ, അല്ലെങ്കിൽ പ്രഭാതവും സന്ധ്യയും പോലെ, ധ്രുവങ്ങൾ പോലെ അകലെയാണവ. തോമസ് തൻ്റെ ഹൃദയത്തിൽ ഇവയെല്ലാം അനുഭവിച്ചു. പിന്നീട് അയാൾ ആ പേരിലും അറിയപ്പെട്ടു തുടങ്ങി, അവിശ്വാസിയായ തോമസ് എന്ന പേരിൽ. പാരമ്പര്യത്തിൻ്റെയും ഓർമ്മിക്കലിൻ്റെയും വഴിതാണ്ടുന്ന നമ്മളും ഇന്ന് അതിൻ്റെ ഭാരം അനുഭവിക്കുന്നു. എന്നാൽ തോമസ് ഒരു അവിശ്വാസി ആയിരുന്നോ? വിശ്വാസം എന്നത് ഒരു ഓൺ ദ റോഡ് എക്സ്പീരിയൻസ് ആണ്. വഴിയാത്രയുടെ അനുഭവമാണ് അതിൻ്റെ കാതലായ അംശം. പ്രത്യാശയാണ് കാലുകൾക്ക് ശക്തിയും വേഗതയും നൽകുന്നത്. സ്നേഹമാണ് ലക്ഷ്യം. സ്നേഹത്തിലേക്കുള്ള കുറുക്കുവഴി തേടുന്നവർ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വഴി വെട്ടിച്ചുരുക്കുന്നു. ആ കുറുക്കുവഴി സ്നേഹത്തിൻ്റേതാണ്. വിശുദ്ധ ചെറുപുഷ്പം അത് കണ്ടെത്തി. വിശുദ്ധ അഗസ്തീനോസ് അതിനെ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഹൃദയത്തിൻ്റെ ചായ്വ്, ഇൻക്ലിനേഷൻ ആയി, ലക്ഷ്യത്തിലെത്തുന്നതുവരെയുള്ള ഹൃദയത്തിൻ്റെ ഒഴുക്കായി, ഫ്ലോ, അതിൻ്റെ അസ്വസ്ഥതയായി, റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് മനസ്സിലാക്കി. കൺഫെഷൻസ് 1:10-27. ഹൃദയത്തിൻ്റെ വഴിയാണ് തോമസും തേടിയത്. അത് അടുപ്പത്തിൻ്റെയും കാഴ്ചയുടെയും സ്പർശനത്തിൻ്റെയും വഴിയായിരുന്നു. അതിനാലാണ് ഉചിതനായ കർത്താവീശോയുടെ മുറിവുകളെ സ്പർശിച്ച് അവിടുത്തെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് തോമസ് നിർബന്ധം പിടിച്ചത്. ക്രിസ്തു ശിഷ്യന്മാരിൽ യോഹന്നാനെ പോലെ മറ്റാരും തോമസിനെ മനസ്സിലാക്കിയില്ല. അന്ത്യത്താഴവേളയിൽ നാഥൻ്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് അവിടുത്തെ വ്യഥയും ഹൃദയ രഹസ്യങ്ങളും മനസ്സിലാക്കിയ യോഹന്നാൻ കുരിശിൻ ചുവട്ടിലും ഉണ്ടായിരുന്നു. അവിടുന്ന് കാലുകളിലും ഹൃദയത്തിലും ഏറ്റുവാങ്ങിയ നിണം വാർന്നൊഴുകുന്ന മുറിവുകളെ നഗ്നനേത്രം കൊണ്ട് അദ്ദേഹം കണ്ടു. ഹൃദയത്തിൽ അതനുഭവിച്ചു. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും ആഴമായ വെളിപാട്. ഈ യോഹന്നാനാണ് തോമസിനെ കർത്താവിൻ്റെ മുറിവുകളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയത്. ഉണങ്ങിയ മുറിവുകൾ ഉയർപ്പിൻ്റെ അടയാളവും തെളിവുമാണ്. അവ ഇനിയും തുറക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവ അങ്ങിലേക്കുള്ള, അവിടുത്തെ ഹൃദയത്തിലേക്കുള്ള പ്രവേശന കവാടവുമാണ്. അതാണ് തോമസ് തേടിയത്. സ്പർശനം ബാഹ്യമെങ്കിലും ഹൃദയമാണ് അത് അനുഭവിക്കുന്നത്. ഇരുവരുടെയും ഹൃദയങ്ങൾ അത് ഒരേ സമയം അനുഭവിക്കുന്നു. ഒന്നാകാൻ കൊതിക്കുന്ന വിഭജിക്കപ്പെട്ട ഹൃദയങ്ങളാണ് അവരുടേതെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഹൃദയങ്ങളുടെ ഉടമകൾ ഇരട്ടകളാണെന്ന് അവർ അനുഭവിച്ചറിയുന്നു. ദീദിമോസ് എന്ന പേര് അങ്ങനെ അന്വർത്ഥമാകുകയാണ്. ആരാണ് ആ ഇരട്ട സഹോദരങ്ങൾ എന്ന് ഇവിടെ വെളിവാകുന്നു. ആകാരത്തിലും ആത്മാവിഷ്കാരത്തിലും അവർ ഇരട്ടകളാണെന്ന് വെളിവാകുന്നു. ഇവിടെ കർത്താവിലും തോമസിലും ഞാൻ ഇരട്ടകളുടെ സാമ്യം കാണുകയാണ്. ഒറ്റിക്കൊടുക്കപ്പെടുന്നവനിലുള്ള അടയാളമായി ചുമ്മനം നൽകി യൂദാസ് ഈശോയെ കാണിച്ചു കൊടുത്തപ്പോൾ തെളിവായതും ഈ സത്യമാണ്. തോമസ് എന്നും ദീദിമോസ് എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് നമ്മെ കൊണ്ടെത്തിക്കുന്നത് കർത്താവിലേക്കാണ്.
ഹൃദയത്തിലും കൈകാലുകളിലുമുള്ള മുറിവുകളെ സ്പർശിക്കുവാൻ തോമസിനെ ക്ഷണിക്കുന്ന കർത്താവ് തോമസിൻ്റെ ഹൃദയസ്പർശനം തൻ്റെ ഹൃദയത്തിലും തത്സമയം അനുഭവിക്കുന്നു. നമ്മുടെ വിശ്വാസ സങ്കല്പം സ്പർശനാനുഭവത്തെ അത്രയൊന്നും വിലമതിക്കാതെ അദൃശ്യമായതിനെ വിശ്വസിക്കുവാനുള്ള അറിവിൻ്റെ കീഴടങ്ങലായി മനസ്സിലാക്കുന്നില്ലേ? എന്നാൽ വിശ്വാസത്തിനും അപ്പുറത്ത് ഒരു ദർശനാനുഭവമുണ്ടെന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ഇൻറ്റീരിയോറിറ്റി വെളിപ്പെടുത്തുന്നു. അവിടെയാണ് ദർശനവും സ്പർശനവും ഒന്നിക്കുന്നത്. അവിടെ ആത്മീയ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം ഹൃദയം അനുഭവിക്കുന്നു. ഹൃദയത്തിൻ്റെ ആമന്ത്രണങ്ങൾ അവിടെ ശ്രാവ്യമാകുന്നു. പരസ്പരം തിരിച്ചറിയുവാൻ ഹൃദയങ്ങൾ സ്വയം പങ്കുവയ്ക്കുന്നു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും വിശ്വാസത്തിനും അപ്പുറത്തുള്ള അറിവ് നേടാൻ ഒത്തുചേരുന്നു. അതാണ് വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ആഴമായ ഉൾക്കാഴ്ചകളിലൂടെ വെളിപ്പെടുത്തുന്നത്. യു ലോർഡ് കോൾഡ് മീ ആൻഡ് ഷൗട്ടഡ് ആൻഡ് ബർസ്റ്റ് മൈ ഡെഫ്നെസ്. യു ഗ്ലീംഡ് ആൻഡ് ഷോൺ അപ്പോൺ മീ ആൻഡ് ചേസ്ഡ് എവേ മൈ ബ്ലൈൻഡ്നെസ്. You breathed fragrant odors on me, and I held back my breath. But now I pant after you. I tasted, and now I hunger and thirst after you. You touched me, and now I yearn for your peace. 10 പുസ്തകം 27 വാക്യം. തോമസിൻ്റെ ഹൃദയവികാരങ്ങൾ വായിച്ചെടുക്കാവുന്ന വരികളാണവ. ഈ തോമസിനെയാണ് നമ്മുടെ പിതാവായി നമ്മൾ ഏറ്റുപറയുന്നത്. 2000-ലധികം വർഷങ്ങൾക്കും അപ്പുറത്തു നിന്നും കടന്നു വന്ന് ഇന്നിൻ്റെ സാന്നിധ്യവും പ്രചോദനമായിരിക്കുന്ന ആ പിതാവിനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മധ്യത്തിൽ അനുഭവിക്കുന്നത്? ചരിത്രവും പാരമ്പര്യവും സൃഷ്ടിക്കുന്ന അകലങ്ങളിലാണോ വർഷത്തിൽ ഒരിക്കൽ ഓർമ്മ തിരുനാൾ ദിവസം നമ്മൾ ഓർമ്മയുടെ തേരിലേറ്റി നമ്മുടെ മധ്യസ്ഥനെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്? എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ യാത്ര പോലെയാണ് ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിശ്വാസയാത്രയും. ഒരിക്കൽ അപരിചിതരായി നമ്മോടൊത്തു കൂടിയ ഇരട്ട സഹോദരങ്ങളാണ് ഈശോയും തോമസും. സംശയത്തിൻ്റെയും അവ്യക്തതയുടെയും മൂടൽമഞ്ഞിനെ മുറിച്ചു കടന്ന് ഉത്ഥാനത്തിൻ്റെ പ്രകാശമെങ്ങും പടരുന്നതുവരെ അവർ നമ്മോടൊപ്പമുണ്ട്. അപ്പം മുറിച്ച് പങ്കിടുന്നിടത്താണ് ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിവാണോ ഇന്ന് നമ്മളുടെ സഭയെ വളർത്തുന്നതും നയിക്കുന്നതും? നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ എവിടെ? പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവർ ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഉൾക്കാഴ്ചകൾ. സ്ഥലകാല പരിമിതികളിൽ ഇൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഈ പരിമിതികളിൽ തങ്ങി നിൽക്കാതെ സമയത്തിൻ്റെ പ്രവാഹത്തിലൂടെയും ഫ്ലോ ഓഫ് ടൈം പാരമ്പര്യത്തിലൂടെയും കടന്നു വരുന്ന ഈശോയും തോമസും സഭയ്ക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. സ്ഥലകാല ബന്ധിതമായിരുന്നില്ല കർത്താവീശോ വിളംബരം ചെയ്ത രാജ്യം. ലോകം മുഴുവനും ലോകാവസാനം വരെയും പ്രഘോഷിക്കപ്പെടേണ്ടതാണ് ദൈവരാജ്യം. തോമസ് ഭാരതത്തിൽ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂരും മരണമേറ്റുവാങ്ങിയ മൈലാപ്പൂരും പാദമുദ്ര പതിച്ച മലയാറ്റൂരും അദ്ദേഹം സ്ഥാപിച്ച പള്ളികളും പാലയൂർ, പറവൂർ, കൊടുങ്ങല്ലൂർ, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, ആതിരപ്പള്ളി ഇവ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാദമുദ്ര ഏറ്റുവാങ്ങിയ മണ്ണും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കുന്ന അന്തരീക്ഷവും അന്നത്തെ പോലെ ഇന്നും ആ പിതാവിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നവയായിരിക്കണം. ജാതി, മത, വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും അതീതമായി കർത്താവിൻ്റെയും നമ്മുടെ അപ്പസ്തോല പിതാവിൻ്റെയും സ്നേഹസാന്നിധ്യം ഇന്നും എവിടെയും അനുഭവവേദ്യമാക്കണം. അതുവഴിയായിരിക്കട്ടെ നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളും ഐക്യത്തിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങളും. അവിടുത്തെ ഉണങ്ങിയ മുറിവുകളെ ഇനിയും ഉണർത്താതിരിക്കാം. ഹൃദയത്തിൻ്റെ തുറവിയായി തീർന്ന അവിടുത്തെ മുറിപ്പാടുകളിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മധ്യേ തുറവി കണ്ടെത്തണം. സഭയുടെ ആധികാരിക പ്രഘോഷണങ്ങളെല്ലാം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഹൃദയത്തിൻ്റെ ഉദ്ഗീരണത്തിൽ ചുരുക്കി എഴുതാം. ഏവർക്കും തിരുനാൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.